കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളായ കുറ്റ്യാടിയും നാദാപുരവും രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഇത്തവണത്തെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനവ് നിർണായക പങ്ക് വഹിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സംസ്ഥാനത്താകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രവാസി വോട്ടർമാരിൽ ഗണ്യമായൊരു ഭാഗം ഈ രണ്ട് മണ്ഡലങ്ങളിലായി ഉണ്ട്. മുന്നണികളെ ഇതെല്ലാം ഒന്ന് മാറി ചിന്തിപ്പിക്കുന്നത് കൂടിയാണ്. രാഷ്ട്രീയ ബോധവും പൗരത്വ സംബന്ധമായ ആശങ്കകളും പ്രവാസി വോട്ടർമാരുടെ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രേരിപ്പിച്ചു. പ്രവാസികളുടെ വോട്ടുകൾ അട്ടിമറി വിജയങ്ങൾക്ക് വഴിതെളിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലും നാദാപുരത്തും നിർണായകമാവുകയാണ് പ്രവാസി വോട്ടുകൾ എന്ന് ചുരുക്കം. കേരളത്തിൽ ആകെയുള്ള 2,23,558 പ്രവാസി വോട്ടർമാരിൽ 16,002 വോട്ടർമാർ കുറ്റ്യാടിയിലും 12,424 വോട്ടർമാർ നാദാപുരത്തുമാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത്. 57,679 പേർ. SIRന്റെ ഭാഗമായി ശക്തമായ ക്യാമ്പയിനുകൾ നടത്തിയതോടുകൂടിയാണ് പ്രവാസികൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്. ലീഗ് അനുകൂല സംഘടനകൾ വിദേശത്ത് ഉൾപ്പെടെ മുൻകൈയെടുത്ത് ചേർത്ത വോട്ടുകളാണ് ഇതിൽ കൂടുതലും. അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാദാപുരത്തും കുറ്റ്യാടിയിലും LDFനെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതാണ് പ്രവാസി വോട്ടുകൾ എന്നാണ് പറയുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് പൗരത്വത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് ആശങ്ക പടർന്നതിനാൽ പ്രവാസികൾ SIR നടപടിക്രമങ്ങൾ വീഴ്ചയില്ലാതെ പൂർത്തിയാക്കുകയും ചെയ്തു.